ഹായ് നമസ്കാരം. ഇപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് എന്ന് പറയുന്നത് ഇന്ന് പുറത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ കാണിച്ചിരുന്നത്. വെക്കേഷനൊക്കെ കഴിയാറായി, സ്കൂളൊക്കെ തുറക്കാറായല്ലോ. അപ്പോൾ പിള്ളേരോട് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ. പുറത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് കുറേ ദിവസമായി നിങ്ങൾ പറ്റിക്കുന്നു. അപ്പോൾ ഇന്ന് പറഞ്ഞവർ അവർക്ക് എന്തായാലും പുറത്ത് പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ എംഫോടെക്കിലെ ജിയോ മച്ചാനുണ്ടല്ലോ, ആളെ കാണാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളെ. അപ്പം ഇപ്പോൾ ഫോൺ തന്നെയാണ്, ഇപ്പോൾ എനിക്ക് ടൈമിൽ ഫോണും ടി വിയും തന്നെയാണ് കേട്ടോ അവർ ഏത് സമയവും. അപ്പോൾ ഈ ജിയോ എംഫോടെക് ചാനലാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്ത്, ഞങ്ങൾ കൊടുങ്ങല്ലൂരാണ് കേട്ടോ. അപ്പോൾ കൊടുങ്ങല്ലൂരിൻ്റെ അടുത്ത് തന്നെയാണ് ആൾ താമസിക്കണം പൊയ്യ. അപ്പോൾ അവിടെ അടുത്താണ് വീടെന്ന് പറഞ്ഞപ്പോഴേക്കും അവർക്ക് ഒന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അവിടെ വരെയും പോയിട്ട് വെറുതെ തിരിച്ച് വരേണ്ടി വന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും അവർക്കും സങ്കടമായി. അല്ലെങ്കിൽ നമുക്ക് നേരെ പാർക്കിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു ഉച്ച സമയത്താണ് കേട്ടോ ഇറങ്ങിയത്. ഒരു 2 മണി ആ സമയത്തൊക്കെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു 3 മണിയായപ്പോഴേക്കും പാർക്ക് ഇത് കോട്ടപ്പുറം പാർക്കാണ് കേട്ടോ, കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം പാർക്ക്. അപ്പം അധികം സാധനങ്ങളൊന്നും കുട്ടികൾ കളിക്കാനതില്ല. എന്നാലും എല്ലാ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയും കാണാൻ നല്ല ഭംഗിയൊക്കെ അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കോട്ടപ്പുറം പുഴയുടെ അടുത്ത് തന്നെയാണ് ഈ ഒരു കുഞ്ഞ് സ്പേസ് അവർ ഒരുക്കിയേക്കുന്നത് കുട്ടികൾക്കായിട്ട്. നല്ല കാറ്റായാലും ഉണ്ടായിരുന്നു കേട്ടോ, നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ ഒരു മഴ വരാൻ പോണ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കുട്ടികൾക്ക് ബീച്ചിലും കൂടി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമുക്ക് ബീച്ചിലും പോകേണ്ടതാണ്. അപ്പം കുറച്ച് നേരം എന്തായാലും പാർക്കിലിരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ പുഴയുടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് പുഴ നല്ല കാറ്റും ഉണ്ടായിരുന്നു. അതേപോലെ വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവാറുണ്ട് കേട്ടോ പാർക്കിൽ. കുഞ്ഞു കുട്ടികളെ കൊണ്ട് വരെ ഒരുപാട് പേര് വന്നിരിക്കാറുണ്ട് കേട്ടോ പാർക്കിൽ. നമുക്ക് കുട്ടികൾ കളിക്കുന്ന സമയത്ത് നമുക്ക് ഇരിക്കാനുള്ള കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ എത്തി തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്ട് എൻ്റെ മക്കൾ, ഇതാ ഇളയ ആളാണ് കേട്ടോ. ആൾ കുറച്ച് കുറുമ്പ് കൂടുതലുള്ള ആളാണ് കേട്ടോ ഇളയാൾ. അപ്പോൾ ആൾക്കാണ് ഭയങ്കര ആഗ്രഹം ബീച്ചിൽ പോകണം, അതേപോലെ പാർക്കിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാശി ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കലായിരുന്നു. ഞാൻ അധികം പുറത്തൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പം ഇത് ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ അടുത്ത് തന്നെയാണ് ഈ കോട്ടപ്പുറം പാർക്ക്, ബീച്ച്, അതൊക്കെ എൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ മോനുണ്ടായിരുന്നു കേട്ടോ, അനിയൻ്റെ മോളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ കൂടി. അപ്പം അങ്ങനെ മൂന്ന് പേരെയും കൊണ്ടാണ് ഞങ്ങൾ വന്നത്. അപ്പം അവർക്കും എല്ലായിടത്തും ഇതേപോലെ പാർക്കിലും ബീച്ചിലും ഒക്കെ പോകണമെന്ന് അവർക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവളെയും കൂടി കൊണ്ടുവരാൻ വേണ്ടി പോയിരുന്നു. എന്നിട്ട് അവളെയും കൂടി കൊണ്ടുവന്നിട്ടാണ് 3 പേരെയും കൂടി ബീച്ചിലൊക്കെ കറങ്ങാനൊക്കെ കൊണ്ടുപോയത്. അപ്പം സ്കൂളൊക്കെ ഇനി തുറക്കാറായിട്ടുണ്ടല്ലോ. പിന്നെ ഇനി മഴയുമായിട്ടുണ്ട്. ഞങ്ങൾ പോയത് ശനിയാഴ്ച ദിവസമാണ് കേട്ടോ. ഇത് കഴിഞ്ഞ ഞായറാഴ്ച തൊട്ട് നല്ല മഴയായിരുന്നു. ഞാനിപ്പോൾ ഇന്ന് വീഡിയോ ഇടുന്ന സമയത്ത് വരെ നല്ല മഴ തന്നെയായിരുന്നു പുറത്ത്. അപ്പം എന്തായാലും അങ്ങനെ അവരുടെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് ചെറിയ ആഗ്രഹം നമുക്ക് പറ്റുന്നത് നമ്മൾ സാധിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഇവിടെയൊക്കെ പോകാൻ എപ്പോഴും പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകാറുണ്ട്. കോട്ടപ്പുറം പാർക്കിൽ എനിക്കെപ്പോഴും പോകണമെന്ന് പറയുമ്പോഴേക്കും കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അത് ഞങ്ങളൊരു വൈകുന്നേരം ഒരു 5 മണി ആ സമയത്തൊക്കെയാണ് പോകാറ്. പക്ഷെ ഇന്ന് കുറച്ച് വെയിലുള്ള ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കാരണം അധികം ആൾക്കാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവർക്ക് തന്നെ ഒരുപാട് നേരം കളിക്കാൻ സാധിച്ചു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്നൊരു 4 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതിന് ശേഷമാണ് ഇവിടെ ബീച്ചിൽ വന്നത് കേട്ടോ. അഴീക്കോട് ബീച്ചിലാണ് വന്നത്. അപ്പോൾ ഈ ബീച്ചിൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞു പാർക്കുണ്ട് കേട്ടോ. കുഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പോയതിനേക്കാളും ഒരു വിധം വലിയ പാർക്ക് തന്നെയാണ് കേട്ടോ. ഒരുപാട് സ്പേസ് ഉണ്ട്, കുട്ടികൾ കളിക്കാനായിട്ടുള്ള ഒരുപാട് സാധനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന് നമുക്ക് ടിക്കറ്റ് എടുക്കണ്ട കേട്ടോ. 10 രൂപ വെച്ചുണ്ട് ഒരു കുട്ടിക്ക്. 10 രൂപ കുട്ടികൾക്ക് ചാർജ് ഉണ്ട് കേട്ടോ. ഇവിടെ 10 രൂപയാണ് ചാർജ്. അപ്പോൾ അങ്ങനെ 3 പേർക്കും കൂടി എടുത്ത് പിന്നെ ഇവിടെ വന്നപ്പോഴേക്കും അവർക്ക് അതിലും സന്തോഷമായിട്ട് അവിടത്തേക്കാളും കൂടുതൽ കളിക്കാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യം പോയ പാർക്കിൽ ഞാൻ പറഞ്ഞില്ലേ ഉച്ച സമയത്തൊക്കെയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ഒരു 3 മണി സമയത്തൊക്കെയായിരുന്നു. അവിടെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മഴക്കാറുണ്ടായിരുന്നു, വെയിലും ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പം തന്നെ വെയിലുള്ളത് കാരണം ഞാൻ അങ്ങനെ സമ്മതിക്കാറില്ല കേട്ടോ.
വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമയും കാര്യങ്ങളൊക്കെ വന്നത് കാരണം ഞാൻ അങ്ങനെ വെയിലത്ത് അങ്ങനെ പോകാൻ സമ്മതിക്കാറില്ല. അപ്പോൾ അത് കാരണം അധികം അവിടെ കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവർക്ക്. കളിക്കാൻ സ്ഥലത്തിലൊന്നും അധികം കയറിയിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും എല്ലാ 3 പേർക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഒരുപാട് നേരം കളിച്ചു, കുറേ നേരം കളിച്ചു കേട്ടോ. അവിടെ തന്നെ കുറേ നേരം ഞങ്ങൾ വെള്ളത്തിലോട്ട് പോണതിന് മുമ്പ് കുറച്ചധികം നേരം തന്നെ ഇവിടെ നിന്ന് കളിച്ചു. അത് കഴിഞ്ഞിട്ടാണ് വെള്ളത്തിലോട്ട് ഇറങ്ങിയത്. ഞാനിത് ഫസ്റ്റ് ഇൻട്രോ എടുത്തതാണ് കേട്ടോ. പക്ഷേ പാർക്കിൽ വെച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത്. കോട്ടപ്പുറം ഫസ്റ്റ് തന്നെ എടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ വെച്ചെടുത്തപ്പോഴും ശരിയായില്ല. പിന്നെ ബീച്ചിൻ്റെ അവിടെ വന്നിട്ട് ഇപ്പോൾ എടുത്തതാണ് കേട്ടോ. പക്ഷെ ഇതെടുത്തതും ശരിയായില്ലായിരുന്നു കേട്ടോ. ഞാൻ നോക്കിയപ്പോഴേക്കും ഭയങ്കര എന്താ പറയുക, മറ്റേ കുട്ടികളുടെയൊക്കെ ശബ്ദവും അതേപോലെ കാറ്റിൻ്റെ ശബ്ദവും ബീച്ചിലൊക്കെ വെള്ളത്തിൻ്റെ ശബ്ദം എല്ലാം കൂടി ആയപ്പോഴേക്കും അതും എനിക്ക് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ തന്നെ കൊടുക്കാമെന്ന്. അപ്പം നമ്മൾ പാർക്കിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പാർക്കിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ എന്തായാലും 10 രൂപ വെച്ച് കൊടുത്തല്ലേ, അപ്പോൾ കുറച്ചധികം നേരം തന്നെ അവിടെ നിർത്തി കളിപ്പിച്ചിട്ട് എല്ലാം 3 പേര്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബീച്ചിലോട്ട് കൊണ്ടുപോയത്. വെള്ളത്തിൽ പോകാനാണ് കേട്ടോ മെയിനായിട്ട്. 3 പേർക്കും വെള്ളത്തിൽ കളിക്കാനാണ് ഭയങ്കര ആഗ്രഹം. ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ്ടോ നമ്മൾ വന്നേക്കണത് തന്നെ. എന്നുവെച്ചാൽ പാർക്കിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ബീച്ചിലോട്ട് അങ്ങനെ കൊണ്ടുവരാറില്ല കേട്ടോ. വെള്ളത്തിലുള്ള കളി കാരണം തന്നെയാണ് മെയിനായിട്ട് കൊണ്ടുവരാത്തത്. ഇളയാൾ, എൻ്റെ മോൻ ഇളയാൾ കുറച്ച് കുറുമ്പ് കൂടുതലുള്ള കാരണം അവൻ്റെ കൈ പിടിച്ചില്ലെങ്കിൽ അവൻ വെള്ളത്തിലോട്ട് ഓടി ഇറങ്ങും കേട്ടോ. അത് കാരണം അതുകൊണ്ട് തന്നെയാണ് അവനധികം കൊണ്ടുവരാത്തത് വെള്ളത്തിലോട്ട്. പക്ഷെ ഇതിപ്പോൾ ഇന്ന് കുറേ നാളായി പറഞ്ഞു പറ്റിക്കണേന് ബീച്ചിൽ കൊണ്ടുപോകാം എന്നുള്ളത്. പിന്നെ എന്തായാലും കൊണ്ടുപോയേ പറ്റൂന്ന് പറഞ്ഞു. സ്കൂളൊക്കെ തുറക്കാറായില്ലേ, അപ്പം ഞങ്ങൾ ഇനി എപ്പോഴാണ് കൊണ്ടുപോകണമെന്നൊക്കെ ചോദിച്ചു തുടങ്ങിയപ്പോൾ എന്തായാലും കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നിന്നുള്ളൂ കേട്ടോ. വെള്ളത്തിൽ കുറച്ചധികം നേരം നിന്നില്ല, കുറച്ച് നേരം നിന്നുള്ളൂ. അതും അധികം അങ്ങോട്ട് ഇറക്കിയില്ല കേട്ടോ ഇവരാ. ഇങ്ങനെ തീരത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം തിരമാലകൾക്ക് നല്ല ശക്തിയായി തിരമാലകൾ അടിക്കണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ സൈഡിൽ ആൾക്കാർ അധികം ഉണ്ടായിരുന്നില്ല. എന്നാൽ തൊട്ടപ്പുറത്തൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഒരുവിധം ആൾക്കാർ ഇങ്ങനെ ആയി തുടങ്ങണേ ഉള്ളൂ. ഇവിടെ വന്നപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴും ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ കടപ്പുറത്ത് എത്തിയായിരുന്നു. അപ്പോഴും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണേ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നല്ല തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ. എപ്പോഴും നല്ല തിരക്കുണ്ടാവാറുണ്ട് ഇവിടെ. ഇന്നെന്തോ അധികം തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. ശനിയാഴ്ച ആയതുകൊണ്ടോന്നൊന്നും അറിയില്ല, ഞായറാഴ്ചയൊക്കെ നല്ല തിരക്കുണ്ടാവാറുണ്ട് ഇവിടെ. കുറച്ച് നേരം വെള്ളത്തിൽ കാലൊക്കെ മുട്ടിച്ച് നിന്നട്ടോ. അപ്പോൾ എനിക്കായാലും വെള്ളത്തിൽ ഇറങ്ങുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. പക്ഷേ നനഞ്ഞൊക്കെ പോകണ കാരണം ഭയങ്കര മടിയാണ് ഇറങ്ങാനായിട്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ചിട്ട് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. വീട്ടിലോട്ട് പോണ വഴി കടലിൻ്റെ സൈഡിൽ തന്നെ ഒരുപാട് കടകൾ, കുഞ്ഞു കുഞ്ഞു കടകളുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഉപ്പിലിട്ട മാങ്ങ, അതേപോലെ നെല്ലിക്ക, പിന്നെ ക്യാരറ്റ്, മുളക്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ വിൽക്കാനായിട്ട്. പക്ഷെ ഒന്നും ഞാൻ മേടിപ്പിച്ചില്ലായിരുന്നു കേട്ടോ. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ ഒരു ഐസ്ക്രീം മേടിച്ച് കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഛർദിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കാരണം ഞാൻ പുറത്തുനിന്ന് ഐസ്ക്രീമും ഒന്നും മേടിപ്പിച്ചില്ലായിരുന്നു കേട്ടോ. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഐസ്ക്രീം ആണെന്നുണ്ടെങ്കിലും ഇതേപോലത്തെ ഉപ്പിലിട്ട സാധനങ്ങളാണെന്നുണ്ടെങ്കിലും ഒന്നും മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ സ്ഥലത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ്ട് നിർത്തിയിരുന്നത്. ഇത് ഇവിടെ ഈ നമ്മുടെ കടപ്പുറത്ത് തന്നെ സൈഡിൽ തന്നെ ഉള്ള കടകളാണ് ഇത്. കുറച്ച് കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. ഇപ്പോൾ തേനിലേക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരെ ഇനി കടപ്പുറത്തുനിന്ന് വന്നതിന് ശേഷം എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ നല്ല വിശക്കണം എന്ന് പറയണ്ടായിരുന്നു. അങ്ങനെ ഐസ്ക്രീം ഒന്നും മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
അപ്പോൾ നമ്മൾ നേരെ ചിക്കിങ്ങിലാണ് കേട്ടോ പോണത്. അപ്പം ചിക്കിങ്ങിൽ പോകാം, അവിടെ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഐസ്ക്രീം ഒന്നും മേടിച്ചു കൊടുക്കാഞ്ഞത്. അപ്പോൾ കുറച്ചധികം നേരം ഞങ്ങൾ ഇവിടെ ഇരുന്ന് കേട്ടോ. കടപ്പുറത്തുനിന്ന് വന്നതുകൊണ്ട് തന്നെ കാലൊക്കെ ആണെങ്കിലും മണ്ണുണ്ടായിരുന്നു, ഡ്രസ്സിലാണെങ്കിലും മണ്ണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ ഇരുന്നായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഓർഡറൊക്കെ ചെയ്തു. ഓർഡറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒരു സെക്ഷൻ വന്നു കേട്ടോ. അപ്പോൾ അത് ആദ്യം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ രണ്ടാമത്തത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അത് മക്കൾക്കായാലെങ്കിലും സന്തോഷമായി, അവർക്ക് ഒന്ന് പുറത്തൊക്കെ പോകാൻ പറ്റി. പിന്നെ മക്കൾക്ക് അനിയൻ്റെ മോളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളിക്കാനായിട്ട് അവളുടെ ഒപ്പം കളിക്കാൻ എല്ലാം മിക്കപ്പോഴും അവളെയും കൊണ്ടുവരാറുണ്ട്. അവളെ കൊണ്ടുവരാറുണ്ട് വീട്ടിൽ. അപ്പോൾ ഇന്നൊരു ദിവസം പുറത്തൊക്കെ കൊണ്ടുപോയി എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് പിന്നെ അവളെ വീട്ടിലോട്ട് തിരിച്ചുകൊണ്ടേ ആക്കണതാണ് കേട്ടോ. അപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് കുറച്ച് ദൂരെയാണ്, അഞ്ചങ്ങാടിയിലാണ് അവളുടെ വീട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി ആക്കണതാണ് കേട്ടോ. പിന്നെ നമ്മൾ ചിക്കിങ്ങിന് ഇറങ്ങിയപ്പോൾ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, നേരിയതായിട്ടൊരു മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില സ്ഥലങ്ങളിലാണ് കേട്ടോ മഴയുള്ളത്, ചില സ്ഥലങ്ങളിൽ മഴയില്ല. അങ്ങനെ കേട്ടോ മഴയൊക്കെ പെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പോകുമ്പോൾ മഴയില്ല കേട്ടോ. പക്ഷേ ആളുടെ വീടെത്താറായപ്പോഴേക്കും നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമുണ്ടോ ഇപ്പോൾ മഴ തുടങ്ങിയേക്കുന്നത്. ശനിയാഴ്ച തൊട്ട് ഞങ്ങൾക്ക് നല്ല മഴയുണ്ടായിട്ടോ. ഇപ്പോൾ തിങ്കളാഴ്ചയാണ് വീഡിയോ ഇടുന്നത്. ഇന്നും നല്ല മഴയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഈ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കണ്ടത് ഞാൻ വിചാരിക്കണം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.